ITI പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിൽ ഇവിടെ നേരത്തെ 2012 ആരംഭിച്ചു. അന്ന് ഇലക്ട്രീഷ്യനും പ്ലംബർ ആ 2 ട്രേഡേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ സാങ്കേതികമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുക, മെച്ചപ്പെട്ട ഒരു അവസ്ഥയിൽ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് അക്കാഡമിക് തലത്തിലുള്ള വികസനവും പിന്നെ അകലെയുള്ള കുട്ടികൾക്ക് വന്ന് താമസിക്കാനുള്ള ഹോസ്റ്റൽ കെട്ടിടവും ഒക്കെ ആയിട്ട് നമുക്കൊരു കിഫ്ബിയിൽ ഒരു പ്രൊജക്ട് കൊടുത്തു. 2018 നമുക്കത് വർക്ക് തുടങ്ങാൻ പറ്റി. അക്കാഡമിക് കെട്ടിടത്തിന് 4.3 crores അത് അനുവദിച്ച് കിട്ടി. അത് കൂടാതെ ഹോസ്റ്റൽ കെട്ടിടം അതിന് ഒരു 3.34 crores. അത് രണ്ടും നമുക്ക് 2018 ആരംഭിച്ച് 2020 പൂർത്തിയാക്കാൻ പറ്റും. ഞാനിവിടെ 2ാം വർഷ വിദ്യാർത്ഥിയാണ്, ഇലക്ട്രീഷ്യന് പഠിക്കുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഈ പുതിയ കെട്ടിടം ഇവിടെ ഉണ്ടായിരുന്നു. നല്ല ക്ലാസ് റൂം, നല്ല ലാബ്, അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. 270ഓളം കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനും 100ഓളം കുട്ടികൾക്ക് താമസിക്കാനുമുള്ള എല്ലാ സൗകര്യമുണ്ട്. മറ്റ് ജില്ലകളിൽ നിന്നുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് ഇതൊരു വലിയൊരു അനുഗ്രഹമാണ്. അഡീഷണൽ ബാച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ആവുന്ന മുറയ്ക്ക് ഇത്രയും ഫുൾ സ്ട്രെങ്തിലുള്ള കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാനും 100 കുട്ടികളെ താമസിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. പ്ലംബിംഗ് കോഴ്സിൽ നമ്മൾക്ക് മെയിൻ ആയിട്ട് ഈ പ്ലംബിംഗ് വർക്കുകൾ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഓഫ് കാര്യങ്ങളുണ്ട്. അതായത് പൈപ്പ് വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊതുവെ എല്ലായിടത്തും വാട്ടർ സപ്ലൈക്കാണെങ്കിലും അല്ലെങ്കിൽ വലിയ വലിയ ഫാക്ടറികളിലാണെങ്കിലും പൈപ്പ് വർക്കുകൾ അധികം വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പൈപ്പുകൾ ഇടാനും ജോയിന്റ് ചെയ്യാനും അങ്ങനത്തെ അതിനൊക്കെ ഒരു പ്രത്യേക ഒരു ഫിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും പിന്നെ പൈപ്പിനെ പറ്റി നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പൈപ്പിന്റെ മെറ്റീരിയൽസ്, അങ്ങനെ പൈപ്പ് നിർമ്മിക്കണം എങ്ങനെയാണെന്നും പിന്നെ അതിന്റെ ജോയിന്റ്സും പിന്നെ പൈപ്പ് അത് സപ്ലൈ ചെയ്യുന്ന രീതികളും പിന്നെ പലയിടത്തും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന സിറ്റികളാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രീ പ്ലാന്റ് സിറ്റികളാണെങ്കിലും അവിടെയൊക്കെ പൈപ്പ് ഇടുന്നതിനൊരു പ്രത്യേക രീതികളുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഈ കോഴ്സിലൂടെ ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ഹോസ്റ്റലിൽ നമുക്ക് 100 കുട്ടികൾക്ക് താമസിക്കാൻ ഡോർമെട്രി ആണ് ഉള്ളത്. അവർക്ക് കുട്ടികൾക്കുള്ള ആവശ്യത്തിനുള്ള ടോയ്ലറ്റ്സ് ഉണ്ട്, ഫർണിച്ചറുണ്ട്. നിലവിൽ 44 കുട്ടികൾക്കുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ കെട്ടിട സൗകര്യം 100 കുട്ടികൾക്കുള്ളതുണ്ട്. കുട്ടികൾ പുതിയ ബാച്ച് വരുന്ന മുറയ്ക്ക് മറ്റു സൗകര്യങ്ങളൊക്കെ നമുക്ക് ഏർപ്പെടുത്താൻ പറ്റും. ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കൊച്ചാണ്. അപ്പം ഹോസ്റ്റലിൽ നിൽക്കുമ്പം എനിക്ക് നല്ല സൗകര്യമാണ് ഹോസ്റ്റലിൽ നിൽക്കാൻ. പിന്നെ റൂമിന്റെ കാര്യത്തിലാണെങ്കിലൊക്കെ നല്ലപോലെ കിടക്കാനുള്ള സൗകര്യമുണ്ട്. ഫുഡൊക്കെ ആണെങ്കിൽ ഫ്രീ ഒക്കെയാണ്. ഫുഡ് നല്ല ഫുഡൊക്കെയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുമ്പം വീട്ടിൽ നിൽക്കുന്ന പോലെയല്ല. ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ നമുക്ക് വരാനും ഒരു എളുപ്പമാണ് കോളേജിലേക്ക്. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും അപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ മിസ്സായി പോലും നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ട് ഇവിടെ വന്ന് എടുക്കാനും പറ്റും. എന്തെങ്കിലും കാരണം വെച്ചാൽ ഇവിടെ സാർമാരെ കണ്ടെങ്കിൽ നമുക്ക് വന്ന് ചോദിക്കാമല്ലോ ഒരു ഡൗട്ടൊക്കെ ആണെങ്കിൽ. വീട്ടിലാണെങ്കിൽ ഫോൺ വിളിച്ചാണെങ്കിലും ചിലപ്പോൾ കിട്ടിയില്ലല്ലോ. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. ഞങ്ങളൊരു 5-6 ദിവസത്തിന് ട്രെയിനിങ്ങിന് ട്രൈബലിന്റെ ഇവിടെ ബോയ്സ് ഹോസ്റ്റലും തൊടുപുഴയിലെ ട്രൈബലിന്റെ ഗേൾസ് ഹോസ്റ്റലാണ് ട്രെയിനിങ് പോയത്. അതായത് ഒരു വയറിങ്ങിനായിട്ടാണ് ഞങ്ങൾ ചെന്നത്. ഒരു വീടൊക്കെ വയർ ചെയ്യാൻ ഞങ്ങൾക്കിപ്പം അത്യാവശ്യം അറിയാവുന്നതാണ്. ഇത് പഠിക്കുന്നതിലൂടെ നമുക്ക് ഒരു സ്വയം തൊഴിലായിട്ട് നമ്മുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് കിട്ടുക. അപ്പം ഇത് വെച്ചിട്ട് ഇതുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തമായിട്ടാണെങ്കിലും വർക്ക് എടുത്ത് ചെയ്യാം. പിന്നെ ഇതിനൊരു റീപ്ലേസ്മെന്റ് വരുന്നത് വരെ നമുക്ക് എന്തായാലും ഒരു വർക്കുകൾ കിട്ടും. അത് നമുക്ക് സ്വന്തമായിട്ട് എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് ആയിട്ട് പോയാണെങ്കിലും ചെയ്യാം. അപ്പം അതിൽ നമുക്ക് കിട്ടുന്ന ഇൻകമും കൊണ്ട് നമുക്ക് വീട്ടുകാരെ നോക്കാം എന്ന് നല്ല ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്.